മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ചെറിയൊരു സന്ദേശം. ധാരാളം വ്യക്തികൾ പല വിഭാഗത്തിൽപ്പെട്ട ഹിന്ദു ധർമ്മത്തിലെ പല വിഭാഗത്തിൽപ്പെട്ട വ്യക്തികൾ സന്യാസം സ്വീകരിക്കാറുണ്ട്. കാവ്യുടുത്ത് സന്യാസികളാവാറുണ്ട്. ശങ്കരാചാര്യര് 1300 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഉദരനിമിത്തം ബഹുകൃതവേഷം. അതിലൊന്നാണ് കാവ്യവസ്ത്രം. ആ കാവ്യുടുത്ത് സന്യാസിയായി ഒരു ചുക്കും ചുണ്ണാമ്പും ഹിന്ദു ധർമ്മത്തെക്കുറിച്ച് അറിയാതെ ഹിന്ദു സന്യാസിയാണെന്ന് പറഞ്ഞ് നടക്കുന്ന വ്യക്തികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ പെരുമാറ്റത്തിൽ, ആണുങ്ങളോടും പെണ്ണുങ്ങളോടുമുള്ള പെരുമാറ്റത്തിൽ, പ്രായമായവരോടും ചെറുപ്പക്കാരോടുമുള്ള പെരുമാറ്റത്തിൽ, അതുപോലെ തന്നെ നിങ്ങളുടെ ഡ്രസ്സിങ്ങിൽ, നിങ്ങളുടെ വാക്കുകളിൽ ആ സന്യാസിയുടെ കുലീനത വേണം. അതുണ്ടാവാൻ സാധിക്കില്ല എങ്കിൽ ആ കാവ്യവസ്ത്രം മാറ്റി ഓർഡിനറി വസ്ത്രം എടുക്കാം. ആ കാവ്യവസ്ത്രം ഇരിക്കുന്നിടത്തോളം ഏതെങ്കിലും ഒരു വിഷയമെങ്കിലും നല്ലോണം പഠിച്ച് അത് പ്രചരിപ്പിക്കാനുള്ള നല്ല ഒരു സന്യാസിയായിട്ട് സാധിക്കുന്നിടത്തോളം കാലം. യഥാർത്ഥത്തിൽ ഭാരതത്തിൽ നേരിട്ട് സന്യാസിയാവാൻ പറഞ്ഞിട്ടില്ല. ശങ്കരാചാര്യരോ സ്വാമി വിവേകാനന്ദനോ അല്ലെങ്കിൽ രമണ മഹർഷിയോ പോലെയുള്ളവരെ അങ്ങനെ ആയിട്ടുള്ളൂ. രാമകൃഷ്ണ പരമഹംസർ പോലും വിവാഹം കഴിച്ചിട്ടുണ്ട്. അഗസ്ത്യ മഹർഷി വിവാഹം കഴിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു, എനിക്ക് കൃത്യമായിട്ട് അറിയണം. വസിഷ്ഠ മഹർഷി വിവാഹം കഴിച്ചിട്ടുണ്ട്. വിശ്വാമിത്രൻ ശരിക്കും ഒരു രാജാവായിരുന്നു, രാജ്ഞിമാരുണ്ടായിരുന്ന ആളാണ്. അതുകൊണ്ട് ബ്രഹ്മചര്യം എല്ലാവർക്കും ഉള്ളതാണ്. ഗൃഹസ്ഥം, ഭാര്യയുമായിട്ട് കുറേ കാലം ജീവിക്കുക, 50 വയസ്സ് വരെ ജീവിക്കുക, എന്നിട്ട് വാനപ്രസ്ഥം, എന്നിട്ട് അത് ഉപേക്ഷിച്ച് പോവുക, എന്നിട്ട് സന്യാസം. മനുഷ്യ ജീവിതത്തിൻ്റെ ഭാഗമാണ് വിവാഹം കഴിക്കൽ. ആ വിവാഹം കഴിക്കാതെ സന്യാസത്തിലേക്ക്, ബ്രഹ്മചര്യത്തിൽ നിന്ന് നേരെ വാനപ്രസ്ഥവും സന്യാസത്തിലേക്കും പോവാൻ വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള മനസ്സിന് ശക്തിയുള്ളവർക്ക് അവകാശമുണ്ട്. അതിന് ശക്തിയില്ലാത്തവർ ഗൃഹസ്ഥം കഴിഞ്ഞിട്ടേ പോകാവൂ. ഗൃഹസ്ഥം കഴിഞ്ഞിട്ട് ഭാര്യയുമായിട്ട് സന്യാസിയാവുന്നത് തെറ്റൊന്നുമില്ല. ഉമാനന്ദ സ്വാമി അങ്ങനെയാണെന്ന് തോന്നുന്നു, എനിക്ക് കൃത്യമായിട്ടൊന്നും അറിഞ്ഞൂടാ. ശരിക്ക് ഒരു സന്യാസിക്ക് ഭാര്യ ഉണ്ടാവുന്നത് ഒരു തെറ്റുമല്ല. പക്ഷേ സ്ത്രീകളുമായിട്ട് തെറ്റായിട്ട് ഇടപഴകുന്നത് തെറ്റാണ്. അത് മാത്രമല്ല, ശരീരം തൊട്ടുള്ള വന്ദനം ഒരു കാരണവശാലും ചെറുപ്പക്കാരായ സന്യാസിമാരും പ്രായമായ സന്യാസിമാരും അനുവദിക്കരുത്. കാല് തൊട്ട് വന്ദിക്കാൻ അനുവദിക്കരുത്. നിങ്ങൾ ഋഷികേശിലും ഹരിദ്വാറിലും ഒക്കെ പോകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അവിടെ ധാരാളം സന്യാസിമാരുണ്ട്. നല്ലതുണ്ട്, ഡ്യൂപ്ലിക്കേറ്റും ഉണ്ട്. അതിൽ നല്ല സന്യാസിമാര് നിങ്ങൾ കാല് തൊടാൻ അനുവദിക്കില്ല. നിങ്ങൾ കയറി വന്നാൽ അവർ നിലത്ത് തൊട്ട് വന്ദിക്കും, നിങ്ങൾ നിലത്ത് തൊടാനേ പറ്റുള്ളൂ. നിലത്ത് തൊട്ട് വന്ദിക്കുന്നത് ആ സന്യാസിയെ നമസ്കരിക്കുന്നതിന് തുല്യമാണ്. അതുപോലെ ചെയ്യാവൂ. ചെറുപ്പക്കാരായ സന്യാസിമാരെ പ്രത്യേകിച്ച് ഞാൻ പറയുന്നു, നിങ്ങൾ വരുമ്പോൾ താലം വേണം, പൂർണ്ണകുംഭം വേണം, ആന വേണം, പഞ്ചവാദ്യം വേണം. ഇതൊക്കെ തനി വികൃതവും പ്രാകൃതവുമാണ്. വികൃതവും പ്രാകൃതവുമാണ്. ഞാൻ കൊല്ലത്തെ ശക്തികുളങ്ങര അമ്പലത്തിലെ ഭാഗവത സപ്താഹത്തിൻ്റെ മുഖ്യ പ്രഭാഷണത്തിന് ഞാൻ പോയിരുന്നു. ഒരു സന്യാസിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. പേര് ഞാൻ പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ട് പറയണില്ല. അദ്ദേഹം അമ്പലത്തിനോട് തൊട്ടടുത്തുള്ള NSSൻ്റെ കരയോഗത്തിലെ ഗസ്റ്റ് ഹൗസിലാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹം നേരത്തെ എത്തി, ഞാൻ നേരത്തെ എത്തിയിരുന്നു. സമയമായപ്പോൾ ഈ സന്യാസിയെ കാറിൽ മെയിൻ റോഡിലേക്ക് കൊണ്ടുപോയി. മെയിൻ റോഡിൽ നിന്ന് ആന മുമ്പിൽ നിന്ന് പഞ്ചവാദ്യത്തോടുകൂടി പൂർണ്ണകുംഭം കൊടുത്ത് ഇദ്ദേഹം താമസിച്ചിരുന്ന ഗസ്റ്റ് ഹൗസിൻ്റെ മുമ്പിലേക്ക് വീണ്ടും കൊണ്ടുവന്നു. എന്തിനാ ഇതുമാതിരി സന്യാസിമാർ ചെയ്യുന്നത്? സന്യാസം എന്ന് പറഞ്ഞാൽ എല്ലാ ആഡംബരവും എല്ലാം ഒഴിവാക്കലാണ്. അതിൽ ഇതുപോലെയുള്ളത് ഒഴിവാക്കണം. നല്ല ബഹുമാനത്തോടുകൂടി ഒരു പൂച്ചെണ്ടോ ഒരു തുളസിയോ ഒരു റോസാപ്പൂവോ സ്റ്റേജിൻ്റെ അടുത്ത് വരുമ്പോൾ കൊടുത്തിട്ട്, അല്ലെങ്കിൽ സ്റ്റേജിൽ ഇരിക്കുമ്പോൾ കൊടുത്തിട്ട് അവരെ സ്വീകരിക്കണം. അവര് ഈ കുറേ സ്ത്രീകൾ താലവും പിടിച്ചുകൊണ്ട് അവരുടെ ശരീരവും കാണിച്ചുകൊണ്ട് നിൽക്കുന്നത് അത് സന്യാസത്തിന് ചേർന്നതാ? ലോകത്തിൽ എവിടെയെങ്കിലും സന്യാസിമാർക്ക് ഇങ്ങനെ താലം പിടിച്ചുകൊണ്ട് സ്വീകരണം കേരളത്തിലല്ലാതെ ഉണ്ടോ? കൂടിയോ നിങ്ങൾ ഒരു വിളക്ക് എത്തിച്ചിട്ടുണ്ടാവും, മുമ്പിൽ ഒരു വിളക്ക് വെച്ചുകൊണ്ട് പോകുന്നുണ്ടാവും. അപ്പോ കേരളത്തിലെ ജനങ്ങൾക്കിടയ്ക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്നില്ല. അവരുടെ ആശ്രമത്തിൽ കുറേ ജ്ഞാനം
ഒരു ചുക്കും ചുണ്ണാമ്പും അറിയുകയും ചെയ്യില്ല. സന്യാസിയാണ് അറിയാമെന്ന് വിചാരിച്ച് നടക്കുകയും ചെയ്യും. അതേസമയത്ത് സ്വന്തം സമുദായത്തിലുള്ളവർക്ക് വേണ്ടി പോലും വീടുകളിൽ ചെന്ന് കാര്യങ്ങൾ പള്ളിയിലച്ചന്മാർ ചെയ്യുന്ന മാതിരി ചെയ്യില്ല. ഇവരെ കൊണ്ടുപോകുന്ന സ്ഥലത്ത് താലവും വേണം, പഞ്ചവാദ്യവും വേണം, പൂർണ്ണകുംഭവും വേണം, മാലയും വേണം. ശരിക്ക് കോടങ്കിമാർ വരുന്ന പോലെയാണ് എനിക്ക് തോന്നാറുള്ളത്. ഞാൻ എല്ലാ സന്യാസിമാരുടെയും കാര്യമല്ല പറയുന്നത്. ഒരു സന്യാസിയും ഇത് ചെയ്യരുതെന്നാണ് ഞാൻ പറയുന്നത്. ഒരു സന്യാസിയും ഇത് ചെയ്യരുത്. സന്യാസിയും മനുഷ്യനാണ്. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ പോലെ ഈ കാവ്യവസ്ത്രത്തിനുള്ളിൽ മനുഷ്യ ശരീരമാണ്. അതിന് വികാര വിചാരങ്ങളുണ്ട്. അത് ലോക ജനത, പള്ളിയിലച്ഛൻ ഏത് കന്യാസ്ത്രീയെ കയറി പിടിച്ച് പഴപ്പിച്ചാലും ക്രൈസ്തവ സമൂഹം അത് മൂടിവെക്കും. ഏത് അഭയെ കൊന്നാലും CD ചർച്ചയാണ് ഇപ്പൊ നടക്കുന്നത് കോടതിയിൽ. ആ അച്ഛന്മാരെയും കന്യാസ്ത്രീയെ സംരക്ഷിക്കാൻ അഭയ കേസിൽ ക്രിസ്ത്യൻ പള്ളിക്കാർ ഒരുമിച്ചുണ്ടാവും. അതിൽ കോടതിയിലെ ജഡ്ജിമാരും കൂടെ ഉണ്ടാവും സപ്പോർട്ട് ചെയ്യാനായിട്ട്. ഒരു സുപ്രീം കോടതിയിലെ ജഡ്ജി മോഡിയുടെ മുമ്പിൽ കരഞ്ഞു എന്നെനിക്ക് വായിക്കാൻ സാധിച്ചു, ഫോട്ടോ സഹിതം. എനിക്ക് അത്ഭുതമാണ് തോന്നിയത്. ഗവൺമെന്റ് എടുക്കുന്ന തീരുമാനങ്ങൾ മുഴുവനും കോടതി വിലയിരുത്താൻ പോകുമ്പോഴും ഈ അഭയ കേസിൽ ആ ജോമോന്റെ അസറ്റിനെ കുറിച്ച് അറിയാനും ജോമോൻ ഇതിന്റെ പുറകിലുള്ള താല്പര്യം അറിയാനും CD ഫ്രോഡ് ചെയ്തിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാനുമാണ് കഴിഞ്ഞ 10-25 കൊല്ലമായിട്ട് സമയം ചെലവഴിച്ചത്. ആ കൊലപാതകത്തെക്കുറിച്ച് അന്വേഷിക്കാനല്ല, വെറുതെയല്ല ഇന്ത്യയിലെ 3 കോടി കേസുകൾ കെട്ടിക്കിടക്കുന്നത്. ഓരോ ജഡ്ജിയും അന്വേഷിച്ച് പോകുന്നത് യഥാർത്ഥ കേസിന്റെ ഉള്ളറകളിലേക്കല്ല. CD ഫോർജ് ചെയ്തിട്ടുണ്ടോ, അനാലിറ്റിക്കൽ റിപ്പോർട്ട് ഫോർജ് ചെയ്തിട്ടുണ്ടോ, അങ്ങനെ ഒരു 10-25 വർഷം കഴിയുമ്പോഴത്തേക്കും കോട്ട് ഊരിയവനും കോട്ട് ഊരാത്തവനും ഒക്കെ യമപുരിയിലേക്ക് പോകും. അപ്പോഴത്തേക്ക് ഈ കേസ് പിന്നെയും അവിടെ കിടക്കും. വെറുതെയല്ല ഇന്ത്യയിൽ 3 കോടി കേസുകൾ പെൻഡിങ് കിടക്കുന്നത്. 40, 50, 60 കൊല്ലമായിട്ട് അന്വേഷിച്ച് കൊടുക്കേണ്ടതിനെ കുറിച്ചല്ല ജഡ്ജിമാർ കൊടുക്കുന്നത്. ശബരിമലയിൽ സ്ത്രീകൾ കയറണോ, സ്ത്രീകൾ കയറണ്ടയോ എന്നൊക്കെ അന്വേഷിക്കാൻ പെസഹ വ്യാഴാഴ്ച പ്രധാനമന്ത്രി വിളിച്ച മീറ്റിംഗിലേക്ക് വരാൻ പറ്റാത്ത ആൾക്കാർ ചില വിധിയൊക്കെ പ്രഖ്യാപിക്കുമ്പോഴാണ് ഇതൊക്കെ പറ്റുന്നത്. എന്തിനാ ഇത് പറഞ്ഞറിയോ? നമ്മൾ ഹിന്ദുക്കൾക്കെതിരെ, ഹിന്ദു സന്യാസിമാർക്കെതിരെ ആര് എതിരഭിപ്രായം പറഞ്ഞാലും ഹിന്ദുക്കളും ആ എതിരഭിപ്രായത്തിനെ സപ്പോർട്ട് ചെയ്യുകയുള്ളൂ. അവരും ആ സന്യാസി അവഹേളിക്കുകയുള്ളൂ. ശങ്കരാചാര്യരെ കുറിച്ച് അത്രയും നീചവും നിന്ദ്യവുമായിട്ടുള്ള കാര്യങ്ങളാണ് പുറത്തേക്ക് വന്നത്. കഴിഞ്ഞ ആഴ്ചയാണ് ശങ്കരാചാര്യരെയും കൂട്ടത്തിലുള്ളവരെയും സർവ്വ കേസിൽ നിന്നും മോചിപ്പിച്ചത്. കഴിഞ്ഞ ആഴ്ച ഒരു പത്രത്തിലും അത് വന്നില്ല. കഴിഞ്ഞ ആഴ്ച കംപ്ലീറ്റ് ആയിട്ട് കാഞ്ചീപുരം ശങ്കരാചാര്യരെ യാതൊരു കാരണവശാലും അദ്ദേഹം ഈ കൊലപാതകത്തിൻ്റെയോ മറ്റേ പുറകിലില്ല എന്ന് പറഞ്ഞു. പക്ഷേ 2002 കേസ് 2016 ഈ 14 വർഷം കൊണ്ട് കാഞ്ചി ശങ്കരാചാര്യരും ശങ്കരാചാര്യരുടെ മഠവും ആ ആശ്രമവും അവിടുത്തെ സ്ഥാപനങ്ങൾ തകർന്ന് തരിപ്പണമായി. അത് തന്നെയാണ് ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകാരും മാതാമൃതാനന്ദമയുടെ കാര്യത്തിലും ധരിക്കുന്നത്. അതുകൊണ്ട് സന്യാസിമാർ എവിടെയെല്ലാം ഉണ്ടോ അവരടുക്കും ചിട്ടയും ഒതുക്കവുമുള്ളവരാവണം. അവരുടെ ശരീരവും മനുഷ്യ ശരീരമാണെന്ന് ഓർമ്മ വരണം. സമൂഹത്തിലുള്ളവരെ തിന്മ പ്രചരിപ്പിക്കാനുള്ള അവസരം ഉണ്ടാക്കരുത്. ഏതെങ്കിലും കാരണവശാൽ സന്യാസം സാധിക്കില്ല എന്ന് തോന്നുകയാണെങ്കിൽ അത് ഉപേക്ഷിച്ച് തിരിച്ചു വന്ന് സാധാരണ ജീവിതം നയിക്കണം. ആരും എതിരല്ലല്ലോ. ഒരു ഭരണഘടനയും ഒരു സന്യാസാശ്രമത്തിലെ ഭരണഘടനയും അതിനെതിരല്ല. എനിക്ക് സന്യാസം സ്വീകരിക്കാൻ പറ്റില്ല, ഞാൻ അടുത്ത ആഴ്ചയോടുകൂടി അവസാനിപ്പിക്കുകയാണെന്ന് തോന്നുകയാണെങ്കിൽ അവസാനിപ്പിച്ച് നല്ല ജീവിതം നയിക്കുക. സന്യാസിയുടെ നന്മകൾ നിലനിർത്തിക്കൊണ്ട് തന്നെ നല്ല ജീവിതം നയിക്കാമല്ലോ. അങ്ങനെ ചെയ്യാൻ സാധിക്കട്ടെ. സന്യാസിമാരോട് പ്രത്യേകിച്ച് പറയുന്നു, ആഡംബരങ്ങളും ആവശ്യമില്ലാത്ത സ്വീകരണങ്ങളും എഴുന്നള്ളിപ്പുകളും താലവും പൊന്നാടയും ബൊക്കെയും എല്ലാം ഒഴിവാക്കാൻ ശ്രമിക്കുക. ഇത് ഒരപേക്ഷ മാത്രമാണ്. സന്യാസിമാർക്ക് ഒന്നും കൊടുക്കരുതെന്നുള്ള അർത്ഥത്തിലല്ല, ആവശ്യമില്ലാതെ ഇതേപോലെ ചെയ്യുമ്പോഴാണ് പ്രശ്നം ഉണ്ടാവുന്നത് എന്ന് ഓർമ്മിപ്പിക്കുന്നു. പ്രണാമം, നമസ്കാരം.